അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. എന്താണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? The equation formed by combining Boyle's law, Charles' law and Avogadro's law is known as ideal gas equation. അപ്പോൾ നമുക്കത് ഡിറൈവ് ചെയ്ത് കാണിക്കണം. എങ്ങനെയാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിലേക്ക് എത്തുക? അക്കോർഡിംഗ് ടു ബോയ്ൽസ് ലോ. ഇപ്പം ബോയ്ൽസ് ലോയുടെയും ചാൾസ് ലോയുടെയും അവഗാഡ്രോസ് ലോയുടെയും എക്സ്പ്രഷൻ വി പ്രപ്പോർഷണൽ ടു എന്നാക്കി എഴുതുക. അപ്പൊ ബോയ്ൽസ് ലോ അനുസരിച്ച് പ്രഷറും വോളിയവും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. സോ വി പ്രപ്പോർഷണൽ ടു 1/P ബ്രാക്കറ്റിൽ എഴുതണം. അറ്റ് കോൺസ്റ്റന്റ് പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷനാണ്. അപ്പൊ ബാക്കി എന്താണ്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. പിന്നെ എല്ലാത്തിലും ഒരു ഗിവൺ എമൗണ്ട് ഗ്യാസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് എല്ലായിടത്തും കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോൾസ്. ഇനി അക്കോർഡിംഗ് ടു ചാൾസ് ലോ വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനാണ്. സോ വോളിയം പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ബ്രാക്കറ്റിൽ എഴുതാം. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് നമ്പർ ഓഫ് മോൾസ്. അവഗാഡ്രോസ് ലോ ആണെങ്കിൽ വോളിയവും നമ്പർ ഓഫ് മോൾസും തമ്മിലാണ്. വി പ്രപ്പോർഷണൽ ടു n. അപ്പൊ ബ്രാക്കറ്റില് അറ്റ് കോൺസ്റ്റന്റ് പിന്നെ ഏതാണ്? ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഈ മൂന്ന് റിലേഷൻഷിപ്പും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. വി ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നോക്കൂ n ആൻഡ് t, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു p. സോ എന്നും ടിയും ന്യൂമറേറ്ററിൽ എഴുതി, പി ഡിനോമിനേറ്ററിൽ എഴുതി. പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റി നമുക്കൊരു കോൺസ്റ്റന്റ് കൊണ്ടുവരാം. വി ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കോൺസ്റ്റന്റ് ആർ, ക്യാപിറ്റൽ ലെറ്റർ ആർ ഡിവൈഡഡ് ബൈ പി. പ്രഷറിനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി. ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ or another name for ideal gas equation. നോട്ട് ചെയ്ത് വെക്കണം. ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ചിലപ്പോൾ ചോദിക്കാം. ഡിറൈവ് ദ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ തന്നെയാണ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയാം. ഓരോ ടേംസ് എന്താണെന്ന് അത് കഴിയുമ്പോൾ എടുത്ത് എഴുതണം. പി പ്രഷർ, വി വോളിയം, എൻ നമ്പർ ഓഫ് മോൾസ്, ടി ടെമ്പറേച്ചർ, ആർ ഇസ് എ കോൺസ്റ്റന്റ് നോൺ ആസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഇത്രയും എഴുതിയാലാണ് ഡെറിവേഷൻ കംപ്ലീറ്റ് ആവുക. ഇനി അത് കൂടാതെ ആറിന്റെ വാല്യൂസും കൂടെ നമ്മൾ എഴുതി കാണിക്കണം. പ്രഷറിന്റെയും വോളിയത്തിന്റെയും യൂണിറ്റ് അനുസരിച്ച് ആറിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തൊക്കെ യൂണിറ്റ് വാല്യൂസ് ആണ് ആറിന് കൊടുക്കാൻ സാധിക്കാം? ആർ ഇസ് ഈക്വൽ ടു 0.0821 ലിറ്റർ atmosphere per Kelvin per mole. Liter, atm, Kelvin raised to -1, mole raised to -1. ഇനി പ്രഷർ ബാറിലാണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ R is equal to 0.083. പ്രഷറിന് atmന് പകരം ഇവിടെ ബാർ, വോളിയം dm ക്യൂബ്, ബാക്കി പെർ കെൽവിൻ പെർ മോൾ. ഇനി ജൂളില് ഒരു വാല്യൂ കൂടെ ഉണ്ട്. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുമ്പോൾ ജൂളിലുള്ള വാല്യൂ ആണ് യൂസ് ചെയ്യാറില്ല. പക്ഷെ നമ്മൾ വേറെ ചില സ്ഥലത്തൊക്കെ ജൂളിലുള്ള വാല്യൂ യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് പഠിച്ചിരിക്കണം. 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ. പ്രോബ്ലം ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഈ ചാപ്റ്ററിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യത്തെ രണ്ട് വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി പ്രോബ്ലം ചെയ്യാനായിട്ട് ആറിന്റെ വാല്യൂ കൊടുക്കുമ്പോൾ ഈ വോളിയം ചിലപ്പോൾ ലിറ്ററിലായിരിക്കും തരിക, ചിലപ്പോൾ DM ക്യൂബിലായിരിക്കും, ചിലപ്പോൾ സെന്റിമീറ്റർ ക്യൂബിലായിരിക്കും. അപ്പൊ നമുക്ക് ഓർത്ത് വെക്കാവുന്നത് ഒന്ന് DM ക്യൂബ് ഈസ് ഈക്വലന്റ് ടു ലിറ്റർ,
സെന്റിമീറ്റർ ക്യൂബ് ഇറ്റ് ഈസ് ഈക്വലന്റ് ടു മില്ലിലിറ്റർ. അപ്പൊ കൺവേർട്ട് ചെയ്യാൻ അറിയാലോ, മില്ലി ലിറ്ററിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ഡിവൈഡഡ് ബൈ 1000 ചെയ്യാം. അപ്പൊ സെന്റിമീറ്റർ ക്യൂബിനെ നമുക്ക് DM ക്യൂബിലേക്കോ ലിറ്ററിലേക്കോ കൺവേർട്ട് ചെയ്യാനും ഡിവൈഡഡ് ബൈ 1000 ചെയ്താൽ മതി. ഇനി പ്രഷറിന്റെ യൂണിറ്റ് മിക്കവാറും ATM-ലോ ബാറിലോ തരും. അതല്ലെങ്കിൽ പിന്നെ സെന്റിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി അല്ലെങ്കിൽ മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് 76 സെന്റിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി, ഇതാണ് 1 ATM. ഇനി മില്ലിമീറ്റേഴ്സിലാണെങ്കിലോ 760 മില്ലിമീറ്റേഴ്സ് ഓഫ്, സോറി ഇവിടെ ക്യൂബില്ല, 76 centimeters of mercury is equal to 1 ATM. 760 mm of Hg, millimeters of mercury, is equal to 1 ATM. അപ്പൊ ഇതൊക്കെ ഇത്ര യൂണിറ്റുകളൊക്കെ അറിയാമെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരില്ല. ഓക്കെ, അപ്പൊ ഇതനുസരിച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കാം, വോളിയം കാൽക്കുലേറ്റ് ചെയ്യാം, നമ്പർ ഓഫ് മോൾസ്, ടെമ്പറേച്ചർ, ഇതെല്ലാം മാറി മാറി ക്വസ്റ്റ്യനിൽ വരാം. ഓക്കെ, ഇനി ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ ഡെൻസിറ്റിയുടെ ടേംസിലും കൂടെ നമുക്കൊന്ന് എക്സ്പ്രസ് ചെയ്യാം. അപ്പൊ ചോദിക്കാം, റൈറ്റ് അല്ലെങ്കിൽ ദ ഇക്വേഷൻ, ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി. അപ്പൊ എന്ത് ചെയ്യും, ഈ നമ്പർ ഓഫ് മോൾസിന്റെ വാല്യൂ നമ്പർ ഓഫ് മോൾസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്താ നമ്പർ ഓഫ് മോൾസ്? ഇത് നോട്ട് ചെയ്ത് വെച്ച് പ്രത്യേകം ഓർത്ത് വെക്കണം കേട്ടോ. നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. W/M എന്ന് എഴുതാം, അല്ലെങ്കിൽ സ്മോളർ m ബൈ ക്യാപിറ്റൽ M എന്ന് എഴുതാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. PV = nRT ആണ് ഐഡിയൽ ഇക്വേഷൻ. PV = n പകരം W/M × RT. ഈ വോളിയം കൂടെ ഈ സൈഡിലേക്ക് കൊണ്ടുവരാം, കാരണം ഡെൻസിറ്റി കൊണ്ടുവരലാണ് നമ്മുടെ ഉദ്ദേശം. മാസ് ബൈ വോളിയത്തെയാ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ വോളിയം ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോട്ടെ. P = WRT ഡിവൈഡഡ് ബൈ M. V കൂടെ ഇങ്ങോട്ട് വന്നു. ഈ ടേം മാസ് ബൈ വോളിയം, ഇതിന് പകരല്ലേ ഡെൻസിറ്റി എന്ന് പറയാ. മാസ് ബൈ വോളിയം ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി. Therefore, P is equal to dRT divided by M. This is also ideal gas equation in terms of density. പ്രോബ്ലം ചോദിക്കാറുണ്ട് കേട്ടോ. P = dRT divided by M. അല്ലെങ്കിൽ D = എന്ന് പറഞ്ഞു എഴുതാം. D = ആണെങ്കിൽ P × M divided by RT, or M = dRT divided by P. അപ്പൊ നോക്കി, M = dRT by P. അപ്പൊ എമ്മും ഡിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. നമ്മൾ നേരത്തെ അവഗാഡ്രോസ് ലോയിലും പറഞ്ഞത് അത് മോളാർ മാസ് അല്ലെങ്കിൽ ഡെൻസിറ്റി, ദേ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി? P = dRT divided by M. ഇനി നമുക്ക് ഒരു ഇക്വേഷൻ കൂടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. PV = nRT ആണ്. ടെമ്പറേച്ചർ കൂടെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്ന PV divided by T is equal to nR. അപ്പൊ നോക്കി, ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഗ്യാസ് എടുക്കുമ്പോൾ നമ്പർ ഓഫ് മോൾസ് അത് ഫിക്സ്ഡ് ആണ് അല്ലെ. ആ ഒരു പർട്ടിക്കുലർ എമൗണ്ടിന് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വാല്യൂ, ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? P × V divided by T is always constant. ഒരു പർട്ടിക്കുലർ ഗ്യാസിനെ സംബന്ധിച്ച് പ്രഷർ ഇൻറ്റു വോളിയം ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം P1 V1 divided by T1 is equal to P2 V2 divided by T2. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. പ്രോബ്ലം കൂടുതലും ഈ ചാപ്റ്ററിൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് ചോദിക്കാറ്. This equation is known as combined gas law. നോട്ട് ചെയ്ത് വെച്ചോ. This equation is known as combined gas law. So, write combined gas law എന്ന് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ പ്രോബ്ലം ചോദിക്കാം. പ്രോബ്ലം കണ്ടാൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം?
രണ്ട് ഡിഫറെന്റ് പ്രഷർ കാണും, രണ്ട് ഡിഫറെന്റ് വോളിയം കാണും, രണ്ട് ഡിഫറെന്റ് ടെമ്പറേച്ചർ കാണും. ഈ മൂന്ന് പ്രോപ്പർട്ടിയും വേരി ചെയ്യുന്നു. നമ്മൾ ഇതുവരെ കണ്ടതിൽ ഏതെങ്കിലും രണ്ട് പ്രോപ്പർട്ടിയാണ് വേരി ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. ഒരെണ്ണം മൂന്നാമത്തേത് കോൺസ്റ്റന്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ പ്രഷറും രണ്ടെണ്ണം കാണിക്കുന്നു, വോളിയം രണ്ടെണ്ണം, ടെമ്പറേച്ചർ രണ്ടെണ്ണം. അപ്പോൾ P1 into V1 divided by T1 is equal to P2 into V2 divided by T2. അപ്പൊ 6 ക്വാണ്ടിറ്റി ഇവിടെ കൊടുക്കാനുണ്ട്. അതിൽ 5 എണ്ണത്തിന്റെ വാല്യൂ തന്നിട്ട് ഒരെണ്ണം അൺനോൺ, അത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ റേഷ്യോ എടുക്കുന്ന സ്ഥലത്തൊക്കെ പ്രഷർ ഏത് യൂണിറ്റ് ആയാലും കുഴപ്പമില്ല, രണ്ട് പ്രഷറും സെയിം യൂണിറ്റ് ആവണമെന്നേ ഉള്ളൂ. വോളിയം ഏത് യൂണിറ്റും ആയിക്കോട്ടെ, രണ്ട് വോളിയം സെയിം യൂണിറ്റ് ആയിരിക്കണം. ഓക്കെ, ഇതാണ് കമ്പൈൻഡ് ഗ്യാസ് ലോ. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ പഠിച്ചത്? വാട്ട് ഈസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? ഡിറൈവ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. What are the values of the constant R? What is ideal gas equation in terms of density? Then write combined gas law. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസ്. മാക്സ്വെൽ, ബോൾട്സ്മാൻ തുടങ്ങിയ സയന്റിസ്റ്റ് ചേർന്ന് പ്രപ്പോസ് ചെയ്ത ഒരു തിയറിയാണ്. ഇതിന്റെ പോസ്റ്റുലേറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ദർ ആർ 7 പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് മോളിക്കുലാർ തിയറി. അപ്പൊ ഏറ്റവും ചുരുക്കി, ഏറ്റവും മിനിമം സെന്റൻസ് ഉപയോഗിച്ച് ഞാൻ ഈ 7 പോസ്റ്റുലേറ്റ്സ് പറഞ്ഞു തരാം. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം, ബൈ ഹാർട്ട് ചെയ്യാം. Number 1, all gases are made up of large number of very small particles called molecules. Number 2, the actual volume of molecules is negligible when compared to the total volume of the gas. Number 3, the molecules are always in continuous rapid motion, and during this motion they collide with each other and also with the walls of the container. Number 4, molecular collisions are perfectly elastic. Number 5, the pressure exerted by a gas is due to the collision of its molecules on the walls of the container. Number 6, there are no attractive forces between the molecules. Number 7, the average kinetic energy of gas molecules is directly proportional to its absolute temperature. ഇത്രയും മതി. നമുക്ക് എക്സാമിന് പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് മോളിക്കുലാർ തിയറി ചോദിച്ചാൽ ഇത്രയും മിനിമം വേർഡ്സ് ഉപയോഗിച്ച് എഴുതാം. നെക്സ്റ്റ് ടോപ്പിക്, ഡീവിയേഷൻ ഓഫ് റിയൽ ഗ്യാസസ് ഫ്രം ഐഡിയൽ ബിഹേവിയർ. അതിലാദ്യം നമ്മൾ പഠിക്കേണ്ടത് വാട്ട് ഈസ് അൻ ഐഡിയൽ ഗ്യാസ്? എ ഗ്യാസ് വിച്ച് ഒബേസ് the ideal gas equation PV equal to nRT at all temperatures and pressures is known as an ideal gas. A gas which obeys ideal gas equation PV equal to nRT at all temperatures and pressures is known as ideal gas. But real gases do not obey ideal gas equation at all temperatures and pressures. അപ്പോൾ നമ്മൾ എപ്പോഴാണ് റിയൽ ഗ്യാസ് ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്നത് എന്ന് പ്രത്യേകം എടുത്തു പറയണം. ആക്ച്വൽ ഗ്യാസ് അല്ലെങ്കിൽ റിയൽ ഗ്യാസ് ഷോ ഐഡിയൽ ബിഹേവിയർ അല്ലെങ്കിൽ ഒബേസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഓൺലി അറ്റ് ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. പ്രത്യേകം നോട്ട് ചെയ്യണം. Real gas obeys ideal gas equation only at low pressure and high temperature. ഇനി what is compressibility factor? Z എന്ന ലെറ്റർ കൊണ്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു. What is compressibility factor?
The extent to which a real gas deviates from ideal behavior can be expressed using a quantity called compressibility factor Z. It is equal to, Z is equal to PV divided by nRT. For an ideal gas, Z is equal to 1. ഇത്രയും എഴുതിയാലാണ് compressibility factorന്റെ definition complete ആവുക. What is compressibility factor? The extent to which a real gas deviates from ideal behavior can be expressed using a quantity called compressibility factor Z. Z is equal to PV divided by nRT. For an ideal gas, Z is equal to 1. For real gases, which shows deviation, Z may be greater than 1 or Z may be less than 1. Greater than 1 ആണെങ്കിൽ നമ്മൾ അതിനെ പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയും, ലെസ് ദാൻ 1 ആണെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറയും. ഇനി ഗ്രാഫ് ഉപയോഗിച്ച് നമുക്ക് ഡീവിയേഷൻ എക്സ്പ്രസ് ചെയ്യണം. അപ്പൊ ഇവിടെ പ്രഷർ, ഡിഫറെന്റ് പ്രഷർ ആണ് എക്സ് ആക്സിസിൽ. ഇവിടെ ഇസഡിന്റെ ഡിഫറെന്റ് വാല്യൂസ് ആണ്. ഇസഡ് എന്ന് പറയുന്നത് PV by nRT ആണ്, അതിന്റെ ഡിഫറെന്റ് വാല്യൂ. അതിന്റെ 1 എന്ന് പറയുന്ന നമ്പർ ഇവിടെയാണ് വരുന്നത്. ആ 1ൽ നിന്നും ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചാൽ അതായിരിക്കും ഐഡിയൽ ഗ്യാസിന് കിട്ടേണ്ട ഗ്രാഫ്. പക്ഷെ റിയൽ ഗ്യാസസ് എല്ലാം ഇതിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് കാണിക്കാം. അതിന് ഏതാനും റിയൽ ഗ്യാസ് എടുത്ത് എക്സാമ്പിൾ. ഒന്ന് ഹൈഡ്രജൻ, പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. അനദർ വൺ ഹീലിയം. ഇനി നൈട്രജൻ. ഒരു 2-3 കർവ് നിങ്ങൾ വരയ്ക്കാൻ വേണ്ടി പഠിച്ചാൽ മതി. എല്ലാം അതേപോലെ തന്നെ അങ്ങനെ വരച്ച് ബൈ ഹാർട്ട് ചെയ്യണമെന്നില്ല. ഏതാനും എക്സാമ്പിൾസ് പഠിച്ചു വെക്കാം. O2, then CH4, CO2. അങ്ങനെ പോകും. ഇതിൽ നിന്ന് ഒരു 2-3 എക്സാമ്പിൾ വരയ്ക്കാൻ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ. ഇനി വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് കംപ്രസിബിലിറ്റി ഫാക്ടർ? ഏതോ ഒരു വർഷം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് കംപ്രസിബിലിറ്റി ഫാക്ടർ? നമുക്കറിയാം Z ഈസ് ഈക്വൽ ടു PV ഡിവൈഡഡ് ബൈ nRT. അതായത് റിയൽ ഗ്യാസസിന് ഡീവിയേഷൻ കാണിക്കുന്ന ഗ്യാസസ് ആണെങ്കിൽ ഇവിടെ നമുക്ക് റിയൽ എന്ന് കാണിക്കാം. ഇവിടുത്തെ വോളിയം റിയൽ ഗ്യാസിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി ഐഡിയൽ ഗ്യാസ് ആണെങ്കിലോ അത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യും അല്ലെ. PV ഈക്വൽ ടു nRT ആണ്. ഇത് ഐഡിയൽ എന്നാലാണ് നമുക്ക് ഇക്വേഷൻ ഐഡിയൽ ഗ്യാസിന് മാത്രമാണ് ഇപ്പൊ എഴുതാൻ പറ്റുക. PV ഈക്വൽ ടു nRT. ഇനി നമുക്ക് V ഐഡിയൽ എന്താണെന്ന് ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാം. ഇത് മാത്രം ഇവിടെ നിർത്തുന്നു. nRT ഡിവൈഡഡ് ബൈ P. ഇനി ഇക്വേഷനിലേക്ക് വാ. ഇവിടെ നമ്മുടെ കയ്യിൽ P ഡിവൈഡഡ് ബൈ nRT ഉണ്ട്. nRT ഡിവൈഡഡ് ബൈ P ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു V ഐഡിയൽ. അപ്പൊ തിരിച്ചാണെങ്കിലോ P ഡിവൈഡഡ് ബൈ nRT ആണെങ്കിലോ ഇതിനെ തിരിച്ചു വെച്ചാൽ 1 by V ഐഡിയൽ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് Z ഈസ് ഈക്വൽ ടു മുകളിൽ V റിയൽ ആണുള്ളത് 1 by V ഐഡിയൽ അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ V ഐഡിയൽ. This is the significance of compressibility factor. That is, compressibility factor is the ratio of actual molar volume of a gas to the ideal molar volume of the gas at same temperature and pressure. It is the ratio of actual molar volume to the ideal molar volume. ഇത്രയാണ് എന്താണ് ഡീവിയേഷൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി നമുക്ക് സാധാരണ ഇവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോസ് ഓഫ് ഡീവിയേഷൻ ഓഫ് റിയൽ ഗ്യാസസ് ഫ്രം ഐഡിയൽ ബിഹേവിയർ? മിക്കവാറും അതാണ് ഇവിടെ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ കോസ് ഓഫ് ഡീവിയേഷൻ ഓഫ് റിയൽ ഗ്യാസസ് ഫ്രം ഐഡിയൽ ബിഹേവിയർ? നിർബന്ധമായിട്ടും ചില പോയിന്റ്സ് നിങ്ങളുടെ ആൻസറിൽ വേണം. ആദ്യത്തേത്, it is due to two faulty assumptions made in the kinetic theory of gases. They are, number 1,
നമ്മൾ ആ കൈനറ്റിക് തിയറിയിൽ പഠിച്ച പോസ്റ്റ്ലേറ്റ്സിൽ അതേ സെന്റൻസ് എടുത്ത് എഴുതിയാൽ മതി. നമ്പർ 1, ദ ആക്ച്വൽ വോളിയം ഓഫ് മോളിക്യൂൾസ് ഈസ് നെഗ്ലിജിബിൾ when compared to the total volume of the gas. Number 2, there are no force of attraction between the gas molecules. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനുള്ള എക്സ്പ്ലനേഷൻ ആണ്. At high pressure or at low temperature, the total volume of the gas decreases. Then the actual volume of the molecule will not be negligible when compared to this lesser volume. അടുത്ത പാരഗ്രാഫ് ആയിട്ട് എഴുതുക. At high pressure and low temperature, the total volume decreases, then the molecules come closer, then there will be some attractive force between the molecules, which is proved by the liquefaction of gases. ഇത്ര എഴുതി കഴിഞ്ഞാൽ ഡീവിയേഷന്റെ കോസസ് ആയി. അതിനുള്ള ആൻസർ ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അത് നോട്ട് ചെയ്ത് പോയിന്റ്സ് ബൈ ഹാർട്ട് ചെയ്യും. ഇനി അവിടെ വാണ്ടർ വാൾസ് ഇക്വേഷൻ ആണ് നെക്സ്റ്റ് വരുന്ന ടോപ്പിക്. റിയൽ ഗ്യാസസിന് വേണ്ടി കൂടി ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് അതിനൊന്ന് മോഡിഫൈ ചെയ്യണം. വാണ്ടർ വാൾസ് ആണ് അതിന് മോഡിഫൈ ചെയ്തത്. മോഡിഫൈഡ് ഗ്യാസ് ഇക്വേഷൻ നമുക്ക് അതിനെ പറയാം. മോഡിഫൈഡ് ഗ്യാസ് ഇക്വേഷൻ. ആ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. PV = nRT എന്നുള്ളത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ്. ഇനി മോഡിഫൈഡ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? അതായത് മോഡിഫൈഡ് ബൈ വാണ്ടർ വാൾസ്. അപ്പൊ നമുക്ക് അതിന് വാണ്ടർ വാൾസ് ഇക്വേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ മോഡിഫൈഡ് ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയാം. പ്രഷറിന്റെയും വോളിയത്തിന്റെയും കൂടെ നമ്മൾ ഓരോ ടേമും കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. P plus AN² divided by V² ബ്രാക്കറ്റിൽ കൊടുക്കാം ഇൻറ്റു V ആണ്. V minus NB = nRT. എയും ബിയും എന്താണെന്നുള്ളത് പ്രത്യേകം എടുത്തു പറയണം. A and B are called van der Waals constants. A is a measure of attractive force between the molecules and B is a measure of size of gas molecule. രണ്ടിന്റെ യൂണിറ്റ് ഉണ്ട്. എയുടെ യൂണിറ്റ് ATM ലിറ്റർ² മോൾ റേസ് ടു -2. ബിയുടെ യൂണിറ്റ് ലിറ്റർ പെർ മോൾ ആണ്. ഓക്കെ, ഇത്രയാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ നിന്നും ഫോക്കസ് ഏരിയയിൽ വരുന്ന ടോപ്പിക്സ്. ഓക്കെ.